പിന്നെ അങ്ങോട്ട് എത്ര സിനിമ ചെയ്താലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ക്യാരക്ടർ വൈസ് ഇറ്റ്സ് എ വെരി വെരി ഒരു ചാലഞ്ചിങ് ആൻഡ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ചില പടങ്ങളുണ്ട് നമ്മൾ ഈ കഥ കേട്ടതിന് ശേഷം തീരുമാനിക്കണം, പലപ്പോഴും അങ്ങനെയുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ വിളിക്കുമ്പോൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ഈ ഭയങ്കര ത്രില്ലർ എന്ന് പറഞ്ഞതിൽ അങ്ങനെ ഭയങ്കര ത്രില്ലറായിട്ട് ഉള്ളൊരു സിനിമയല്ല അത്. എലിമെന്റ്സ് ഒക്കെ ഉണ്ട് പടത്തിൽ, പലതും ഉണ്ട്. പക്ഷെ അത് സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ആദ്യമേ തന്നത്. എനിക്ക് കഥ ആദ്യമേ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബാവലേടം പറഞ്ഞില്ല, നമുക്ക് കഥ പറഞ്ഞാൽ കിട്ടൂലടാ, നീ അത് വായിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ഒരു 2-8 ബുക്ക് എടുത്ത് തന്നിട്ട് ഇപ്പം തന്നെ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമൊക്കെ എടുത്ത് തന്ന് ഞാൻ അവിടെ പോയിരുന്ന് വായിച്ചു തുടങ്ങി. സാഹസം എന്ന് പറഞ്ഞൊരു പടമാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. അതൊരു ഹ്യൂമർ സാധനം ആൻഡ് ഐ റിയലി എൻജോയ് ഡൂയിങ് ഇറ്റ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ നരേനെ തിരിച്ചു കിട്ടിയെന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം പടങ്ങളും ചെയ്യാൻ പറ്റാറില്ല. അതിൻ്റെ ഒരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായി, പക്ഷെ അതേ സൈഡിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം കൂടെ ഉണ്ട്. മേ ബി ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നുണ്ട്. എനിക്ക് 1-2 സീക്വൻസുകൾ തലപതിയായിട്ടുണ്ടായിരുന്നു, വിജയ് സാറിനായിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡും ആയിരുന്നു. ഞങ്ങളുള്ള സീനും വളരെ ഇൻറ്റൻസ് ആയിരുന്നു. പടക്കളം ഞാൻ എത്താൻ ആഗ്രഹിച്ച ഒരു എന്താ പറയുക, ഒരു കരിയർ പാത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് പടക്കളം. കാര്യം ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നവംബർ 21 എക്കോ എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് സന്ദീപ്, വിനീതേട്ടൻ ആൻഡ് നരേൻ. സോ 3 പേർക്കും വെൽക്കം. താങ്ക് യു. നമ്മൾ ജീവിതത്തിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ചില സിനിമകളൊക്കെ ചെയ്യുമല്ലോ. ശരിക്കും എക്കോയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു സെറ്റിൽ നിന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണോ എക്കോയുടെ ഒരു മൊത്തത്തിലുള്ള പരിപാടികൾ? എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഒരു എന്താ പറയുക, പിന്നെ അങ്ങോട്ട് എത്ര സിനിമ ചെയ്താലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ അത്രയും ഈ പറയുന്ന ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് നല്ല രീതിയിലുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഷൂട്ട് ചെയ്ത ടെറൈൻ അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ആക്ടേഴ്സും ഗോ ത്രൂ ചെയ്തേക്കുന്നത് ഭയങ്കര, ആക്ടേഴ്സ് മാത്രമല്ല ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഗോ ത്രൂ ചെയ്തേക്കുന്ന സ്ട്രഗിള് ഭയങ്കര ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്ത ഒരു സിനിമ തന്നെയാണ് എക്കോ. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ സിനിമ എപ്പോഴും. അല്ല, ഇങ്ങനത്തെ ജോണ് ഡെഫിനറ്റ്ലി ഫോറസ്റ്റ് ബേസ്ഡ് അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ക്യാരക്ടർ വൈസ് ഇറ്റ്സ് എ വെരി വെരി ഒരു ചാലഞ്ചിങ് ആൻഡ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ. മറ്റേ ഓഫ്കോഴ്സ് ടെറൈൻ ആൻഡ് ഇങ്ങനത്തെ പ്രകൃതി സംഭവങ്ങൾ, മഴ, ഓൾ ദാറ്റ് ഹാപ്പൻസ്. നമ്മൾ പല പല പടങ്ങൾക്കും ഊട്ടിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. എത്രയോ ദിവസം ഇരിക്കേണ്ടി വന്നിട്ട് മഴയൊക്കെ പെയ്തിട്ട്. ഓൾ ദാറ്റ് ഹാപ്പൻസ്. ക്യാരക്ടർ വൈസ് പിന്നെ ഓഫ്കോഴ്സ് ദാറ്റ് ഹോൾ ആംബിയൻസ്, പിന്നെ ഇവരുടെ ടീം, ദ ക്രൂ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡയറക്ടർ രഞ്ജിത്തും ബാഹുൽ. സോ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും നല്ല സിനിമകൾ ചെയ്യുമ്പോൾ കുറേ നല്ല എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ തിരിച്ചു വീട്ടിൽ പോകാറ്. സോ അങ്ങനെ ഒരു സിനിമ തന്നെയായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ ഒന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ലൈൻ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു പ്രിമൈസിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഷൂട്ടിങ്, അതിൻ്റെ ഒരു ദ വേ ദേ യുനോ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിലൊക്കെ അതൊക്കെ മറികടന്ന് ഇവർ ചെയ്ത രീതി, അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ്. പിന്നെ ഇവരുടെ വർക്കിംഗ് സ്റ്റൈൽ, ഇപ്പോൾ വിനീതേട്ടൻ പറഞ്ഞ പോലെ രഞ്ജിത്തും ബാഹുലും കൂടിയിട്ട് അവരുടെ വർക്കിംഗ് സ്റ്റൈലും പിന്നെ ബാഹുലിൻ്റെ എഴുത്തും അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. സോ ദാറ്റ് ഈസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ എല്ലാ ക്യാരക്ടേഴ്സിനും കുറച്ച് ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ആർട്ടിസ്റ്റ്മാർക്ക് എപ്പോഴും സന്തോഷമാണ്. പിന്നെ അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ദാറ്റ്സ് എ റെയർ എക്സ്പീരിയൻസ്. ഈ ട്രെയിലറിൽ ഫുള്ളും ഭയങ്കര ഡോഗ്സിന്റെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾ 3 പേര് ആരാ ഭയങ്കര ഡോഗ് പേഴ്സൺ? എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു, എനിക്ക് വീട്ടിലൊരു ഷിറ്റ്സു ഉണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ പിന്നെ ചെന്നൈയിലൊക്കെ അപ്പാർട്ട്മെന്റിലൊരു ടോർച്ചറിങ് ദ ആനിമൽ. സോ അതുകൊണ്ട് ഐ ഹാഡ് ടു ഗിവ് അപ്പ്. ബിക്കോസ് അതിന് പ്രത്യേകം അതിന്റെ ടൈമിങ്സ്, അതിന്റെ നേച്ചർ കോൾ, ഇതെല്ലാം നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അത് ഇറ്റ് ബിക്കംസ് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഓൾസോ. അല്ലെങ്കിൽ നമ്മൾ വി ആർ ടോർച്ചറിങ് ദ ആനിമൽ. സോ അതുകൊണ്ട് വേണ്ട. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, പെറ്റ്സിന് ഇഷ്ടം. എക്കോയില് അങ്ങനത്തെ ഫുൾ പ്രസൻസ് ഉണ്ടോ ഡോഗിന്റെ? എങ്ങനെയാ? എക്കോയില് ഒരു എന്താ പറയാ, ഇതൊരു ഒരു ഇമ്പോർട്ടന്റ് എലിമെന്റ് ആണ്, ഒരു ക്യാരക്ടറാണ്, അല്ലേ?
അതെ, അതുകൊണ്ടാണ് ഒരു essence ആണ് dog. ആനിമൽ ട്രിലജി എന്നാണല്ലോ അവര്. ബിക്കോസ് ബാഹുലിന്റെ സ്ക്രിപ്റ്റില് 3 ഇതിലും ഈ ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ. നമ്മുടെ ക്യാരക്ടേഴ്സ് പോലെ തന്നെ അതെ ഡോഗ്സിനും അതിലൊരു അതെ അതെ. ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം കിഷ്കിന്ധാരണത്തില് മങ്കി, ക്രൈം ഫയൽ dog എ ഡോഗ്. സോ ഇതിലും അങ്ങനെ ഒരു വെരി ഇമ്പോർട്ടന്റ് എലിമെന്റ്. ഈ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാരണ, അപ്പൊ നിങ്ങക്ക് ഫസ്റ്റ് വിളിച്ചപ്പോ എന്തായിരുന്നു അതിന്റെ ഒരു എക്സൈറ്റ് ചെയ്ത ഫാക്ടർ? കാരണം ഓൾമോസ്റ്റ് ടൈം കിഷ്കിന്ധാരണ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ അതിന്റെ വർക്ക്സ് എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്ന സമയം കൂടെ ആയിരുന്നു എന്ന് തോന്നുന്നു. ശരിക്കും എന്തായിരുന്നു വിളിച്ചപ്പോൾ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ, എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി. ഇങ്ങനത്തെ ഒരു ബ്രില്യൻറ്റ് ഫിലിം മേക്കേഴ്സ് നമ്മളെ വിളിക്കുമ്പം ആസ് ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ, പിന്നെ അതുപോലെ ആ കഥാപാത്രം, പിന്നെ എല്ലാത്തിനും പുറമെ ആ സ്ക്രിപ്റ്റ്, നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഫിലിം മേക്കേഴ്സ് ആണ് അത് കൺസീവ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസും ഒരു എനർജി ബൂസ്റ്റർ പോലെയാണ് അത്. സോ അങ്ങനെ ഡെഫിനറ്റ്ലി ആൻഡ് ബാഹുലിനെ നിന്ന് ഇത്രയും മുമ്പേ പരിചയം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നു. സോ അവരിതിൽ വിളിച്ചപ്പം ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഐ വാസ് ഓൾസോ ഹാപ്പി ആ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ. പിന്നെ ഉറപ്പായിട്ടും ഞാൻ ആ സമയത്ത് എൻ്റെ ഫാലിനിയും അന്താക്ഷരി മാത്രമേ റിലീസായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ പടക്കളവും ജിംഖാനയും കഴിഞ്ഞു, പക്ഷെ അത് റിലീസായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് എന്നെ ഇങ്ങനെ ദിഞ്ചിത്തണ്ണൻ വിളിക്കുന്നത്. അപ്പോൾ കിഷ്കിന്ധാരണം ഞാൻ കണ്ടത് പടക്കളത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ പോയി കണ്ടു. ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് ഇതേപോലെ കിഷ്കിന്ധാണ്ടം ഇറങ്ങി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുമ്പോൾ കാണണം എന്നുള്ളൊരു ഇതിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട സിനിമയാണ് കിഷ്കിന്ധാണ്ടം. അപ്പം തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് ആലോചിച്ചായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ദിഞ്ചിത്തട്ടൻ, ഞാൻ ദിഞ്ചിത്തണ്ണ അതിനുശേഷം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു എനിക്കിങ്ങനെ ഇവിടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു എനിക്ക് അപ്പോൾ അറിയത്തില്ല. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ദിഞ്ചിത്തട്ടൻ വിളിക്കുന്നതും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അയ്യോ, ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് പെട്ടെന്ന് കിട്ടിയെന്നുള്ളൊരു ഇതിൽ ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ഇങ്ങനെ സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ആദ്യമേ തന്നത്. എനിക്ക് കഥ ആദ്യമേ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബാവലേടം പറഞ്ഞില്ല, നമുക്ക് കഥ പറഞ്ഞാൽ കിട്ടൂലടാ, നീ അത് വായിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ഒരു 2 ബുക്ക് എടുത്ത് തന്നിട്ട് ഇപ്പം തന്നെ വായിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമൊക്കെ എടുത്ത് തന്ന് ഞാൻ അവിടെ പോയിരുന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര രസമുള്ള ഒരു എഴുത്താണ് ബാവലേട്ടൻ്റെ. നമുക്കിപ്പം ഡയലോഗ്സ് ആണെങ്കിലും അത് എഴുതി വെച്ചേക്കുന്ന രീതി നമുക്ക് കറക്റ്റ് വിഷ്വലൈസേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകും. അത്രയും ഡീറ്റെയിലിങ്ങിൽ അത്രയും വ്യക്തമായിട്ടാണ് അതിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം തന്നെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഓക്കെ, ദിസ് ഈസ് ഗോണ വർക്ക് എന്നുള്ള ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് വന്നു. ഞാൻ ചെന്ന് സംസാരിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരു സിനിമയാണ് ഞാൻ കിഷ്കിന്ധാണ്ടം. ചേട്ടന്റെ കരിയറില് ഒരു പുതിയ ഡയറക്ടർ ഒരു പുതിയ അപ്രോച്ച് ഒക്കെ എടുക്കണം എന്ന് തോന്നിയിട്ടുള്ള സിനിമകളിലൊക്കെ ചേട്ടൻ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ഫോർ ദ പീപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ രാഹുൽ സദാശിവൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം ചേട്ടൻ ഉണ്ടായിരുന്നു. ലോകേഷിന്റെ സിനിമയിൽ അല്ലെങ്കിൽ മിഷ്കിൻ സാറിന്റെ സിനിമകളിലൊക്കെ. അപ്പോൾ ഒരു വെറൈറ്റി അപ്രോച്ച് കേൾക്കുമ്പോൾ നമുക്ക് അത് ഫസ്റ്റ് നറേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നും തോന്നുന്നതാണ്. എനിക്ക് ആ കാര്യത്തിൽ ആദ്യം മുതലേ എനിക്ക് കുറച്ച് എനിക്കൊരു സ്ട്രെങ്ത് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തെ ഒരു സംഭവം. പിന്നെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്, നമ്മൾക്കത് പ്രൂവ് ചെയ്തിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുമാർക്കും ഒരുവിധം ബേസിക്കലി. പിന്നെ പറഞ്ഞ പോലെ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും അത് എല്ലാവരും പറയുന്ന പോലെ നമ്മളൊരു ക്യാരക്ടർ നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ ഞാനൊരു ഓഡിയൻസ് ആയിട്ട് നമ്മൾ നോക്കും. പിന്നെ ഇതിൻ്റെ ടോട്ടാലിറ്റി കണ്ടു നോക്കുക. പിന്നെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റുമില്ല. പിന്നെ എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് എന്നെക്കാട്ടിലും ഇൻ്റലിജൻ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. എന്നെക്കാട്ടിലും നല്ലൊരാളാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനത്തെ ചില വിഷയങ്ങൾ ആദ്യം മുതലേ എനിക്ക് കുറച്ച് ഇതുണ്ട്. അതുകൊണ്ട് അധികം പടങ്ങളും ചെയ്യാൻ പറ്റാറില്ല. അതിൻ്റെ ഒരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. അൺലെസ് ആൻഡ് അൺടിൽ അത് ഹ്യൂമറാണ്. അപ്പോൾ പിന്നെ ഈ ഇതില്ല അറ്റ്ലീസ്റ്റ് എന്നെക്കാട്ടിലും ഇൻ്റലിജൻറ്റോ നല്ലതോ എന്നെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് എൻ്റെ കൂട്ടുകാരനാവാം ആ നായകൻ. അങ്ങനത്തെ ഒരാൾ ക്യാൻ ബി മൈ ഫ്രണ്ട്, ദെൻ ഐ ക്യാൻ ഡു ദറ്റ് ക്യാരക്ടർ. അങ്ങനത്തെ ചില ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ബേസിക്കലി മൈൻഡിൽ ഇതാക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ടീം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. ഇപ്പോൾ ഫോർ ദ പീപ്പിളിൽ വരുമ്പോൾ ഞാനിതൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ അച്ചുവിൻ്റെ അമ്മയിൽ സത്യൻ സാർ വിളിക്കുമ്പോൾ ഞാൻ അതൊന്നും കാരണം ദേ ആർ ഓൾ വെരി എക്സ്പീരിയൻസ് പീപ്പിൾ, യു ജസ്റ്റ് ഡു ഇറ്റ്. പിന്നെ നമ്മുടെ ക്യാരക്ടറുമായിട്ട് അതങ്ങ് അലൈനായിട്ട് വരികയെന്നില്ല. പക്ഷെ മിഷ്കിൻ്റെ അത് അങ്ങനെയായിരുന്നില്ല. എത്രയോ കഥകളുടെ ഇടയിൽ ഒന്ന് കേട്ടിട്ട് സെലക്ട് ചെയ്തത്. അയാളൊരു അടിയാളാണ്. തിരു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഹെഞ്ച്മാനാണ്, ഒരു ബോഡി ഗാർഡ് പോലത്തെ ഒരാൾ.
പക്ഷേ ആ തിരു എന്ന് പറഞ്ഞ ആൾ ആക്ച്വലി എന്നെക്കാട്ടിലും നല്ലൊരു മനുഷ്യനാണ്. ഐ റെസ്പെക്ട് തിരു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനത്തെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അതൊക്കെ ന്യൂ കമ്മേഴ്സ് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഈ പടത്തിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സാഹസം എന്ന് പറഞ്ഞൊരു പടമാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. അതൊരു ഹ്യൂമർ സാധനം. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഡൂയിങ് ഇറ്റ്. ഞങ്ങളുടെ പഴയ നരേനെ തിരിച്ചിട്ടിന് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ആണോ? ഞങ്ങള് ഭയങ്കര ചെറിഷ് ചെയ്തിരുന്ന അത് ശരി, അറിയില്ല. എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്ത പടമാണ്. അപ്പോൾ അത് വന്നപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ഇപ്പോൾ കിഷ്കിൻ്റെ കാണ്ടും ഇവരുടെ കോള് വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ചില പടങ്ങളുണ്ട് നമ്മൾ ഈ കഥ കേട്ടതിന് ശേഷം തീരുമാനിക്കണം, പലപ്പോഴും അങ്ങനെയുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ വിളിക്കുമ്പോൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ചെയ്യാം. പിന്നെ നമ്മൾ എക്സൈറ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും എന്തായിരിക്കും ക്യാരക്ടർ. അതാണ് അത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഇത് കയ്യിൽ എത്തുന്നത് വരെ എന്തായിരിക്കും ഇത്, എന്തായിരിക്കും ഇത്. അത് എല്ലാ പടത്തിലും നമുക്ക് എല്ലാ ടീമിൻ്റെ അടുത്തും നമ്മൾ തോന്നിക്കൊള്ളുന്നില്ല. പക്ഷേ കിഷ്കിൻ്റെ കാണ്ടും കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ടീം വിളിക്കുമ്പോൾ നമുക്ക് യു ആർ ഓൾവേസ് ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ്. ആൻഡ് പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇങ്ങനൊരു സംഭവമാണ് നൈസ്. പിന്നെ നോക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്കറിയാം, ആ പടം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പറയാം ഈ ഇതിൽ അഭിനയിക്കാൻ വരുന്ന ഓരോരുത്തർക്കും അതൊരു ചാലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ദാറ്റ് മേക്സ് എ ഗ്രേറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. അത് ഫിലിം മേക്കേഴ്സിൻ്റെ വലിയ നല്ല ഫിലിം മേക്കേഴ്സിനെ അത് സാധിക്കുള്ളൂ ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഭാഗമാവുക, ദാറ്റ്സ് ഇറ്റ്. ഈ വിനീതേട്ടനാണെങ്കിൽ ധീരനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞ സീനിലൊക്കെ അത്യാവശ്യം ഭയങ്കര കയ്യിലായിരുന്നു. മീൻസ് ഭയങ്കര എനിക്ക് മനോജ് ചേട്ടൻ എന്തോ പറഞ്ഞു തോന്നുന്നു റിലീസിന് മുമ്പ് അത് ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ പ്രേക്ഷകർക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പൊ റീസെന്റ് ഒരുപാട്. അതിലൊരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ടാവുമല്ലോ, കാരണം ഞാൻ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു. അതിന്റെ അത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കും അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല നോക്കും, ഞാൻ അത് ഹോൾ ഫിലിം എനിക്കത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഫീൽ വേണം. ഇപ്പം പ്രൊട്ടാഗണിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ജേർണി, മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ ജേർണി, അതെല്ലാം ഇപ്പൊ ആ പടത്തിലും അതേപോലെയാണ്. അപ്പൊ അതിന്റെ കൂടെ എന്നെ അവർ അപ്രോച്ച് ചെയ്യുന്ന ക്യാരക്ടറിന്റെ എത്രത്തോളം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട്, അതിൽ എന്തൊക്കെ നമുക്ക് നമ്മുടെ ഇൻപുട്സ് എന്ത് ഉണ്ടാവാം, അത് ചെയ്താൽ ശരിയാവും, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ആസ് എൻ ആക്ടർ ഓൾ ദിസ് വർക്ക്സ്. പിന്നെ ട്രസ്റ്റ്, ആ ഡയറക്ടറും ടെക്നീഷ്യൻസും ആയിട്ടുള്ള നമ്മുടെ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ്, ലോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്, how they are going to mold you, because I am basically a director's actor. ഞാൻ അവരെന്ത് പറയുന്നു അത് അങ്ങനെ ഫോളോ ചെയ്യുക നോർമലി. ചില സ്ഥലങ്ങളിൽ ഓഫ് കോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ, ഇംപ്രൂവൈസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമ്മൾ വിൽ ഡിസ്കസ്, അതർവൈസ് അങ്ങനെ. സോ ഈ എക്സൈറ്റ്മെന്റ് ഇസ് ഡെഫിനറ്റ്. അതാണ് ഇപ്പം ആസ് യു മെച്യൂർ, ഞാൻ പറയുന്ന പോലെ there is so much to explore, because എൻ്റെയൊക്കെ ഒരു ബോഡി ഓഫ് വർക്ക് വളരെ ലിമിറ്റഡ് ആണ്. പടങ്ങൾ പല ഭാഷകളിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനി ഒരുപാട് പലതരം ക്യാരക്ടേഴ്സ് ഇപ്പം ആസ് യു മെച്യൂർ ആൻഡ് ഈ ഏജ് ഗ്രൂപ്പിൽ തന്നെ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരു കാലഘട്ടത്തിൽ ഒരു ലിമിറ്റഡ് സ്പേസ് ആയിരുന്നു അത്. ആൻഡ് സ്പെഷ്യലി ഇഫ് യു ഹാവ് എൻ ഇമേജ് ദിൽ പുട്ട് യു ഇൻടു ദാറ്റ് സോഫ്റ്റ് റൊമാൻറ്റിക് റോൾ, സോങ്സ്, ഡാൻസ്. അതിൽ നിന്ന് മാറി നമ്മൾ വേറൊരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആൻഡ് അതിലുള്ള അർജുൻ പറഞ്ഞ പോലെ the possibility of getting so many variety of roles, that is ഒരു ബ്ലെസ്സിങ് ആണ് അത് ആക്ച്വലി. ഈ സന്ദീപ് പടക്കളത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം ഫുൾ പാക്ഡ് തിയേറ്ററിലും സന്ദീപിന്റെ റീ എൻട്രിക്ക് ഭയങ്കര കൈഡ് ഉണ്ടായിരുന്നു. പടക്കളം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു മുന്നോട്ടുള്ള കരിയറിലും. ഇനി ഞാൻ എങ്ങനെ ആയിരിക്കണം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തണ്ടേ, പ്രസന്റ് ചെയ്യണ്ടേ എന്നൊരു ക്ലാരിറ്റി തന്നു ശരിക്കും പടക്കളം. ഞാൻ എത്താൻ ആഗ്രഹിച്ച ഒരു എന്താ പറയുക, ഒരു കരിയർ പാത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പടക്കളം. കാര്യം ഒരു ആസ് എ ന്യൂ കമ്മർ അങ്ങനത്തെ ഒരു റോൾ, അല്ലെങ്കിൽ രണ്ട് കഥാപാത്രം അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതൊരു ഡ്രീം കം ട്രൂ ക്യാരക്ടറാണ്. പിന്നെ ഇനിഷ്യലി ഞാനൊരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ ഈ മാസ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് എടുത്ത് ചെയ്യാന്ന് പറയും. ഇപ്പൊ സ്റ്റാർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ
പുതിയൊരാൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടറും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കുക എന്നുള്ളൊരു ഇൻഹിബിഷൻസ് ഓൾറെഡി പടക്കളം ഇറങ്ങുന്നതിന് മുന്നേ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച കാലം തൊട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ക്യാരക്ടറുകളിൽ ഒന്നാണ് ഇതുപോലത്തെ ക്യാരക്ടറുകൾ, പടക്കളം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടറുകൾ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് നല്ല രീതിയിൽ വർക്കായി, ആൾക്കാർക്ക് അത് വേണ്ട രീതിയിൽ തന്നെ അത് എങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിച്ച ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഒരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ആ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ആ അക്സെപ്റ്റൻസ് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. നമുക്ക് നെക്സ്റ്റ് സിനിമ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ബോധം വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചേഞ്ച്. ഈ നിങ്ങൾ മൂന്നുപേരോടാണ് ഒരു ഭയങ്കര ത്രില്ലർ സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ഒരു സൈഡിലുണ്ടല്ലോ, നല്ല സിനിമ നല്ല കണ്ടന്റ്, പക്ഷെ ഒന്ന് റിവീൽ ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു സ്റ്റേജ് ശരിക്കും എങ്ങനെ നിങ്ങൾ ടാപ്പ് ചെയ്യണം? ആക്ച്വലി ഇതില് നമ്മള് നേരത്തെ പറഞ്ഞാൽ ഈ ഭയങ്കര ത്രില്ലർ എന്ന് പറഞ്ഞതില് അങ്ങനെ ഭയങ്കര ത്രില്ലറായിട്ട് സിനിമയല്ല അത് അല്ലേ. ഇത് നമ്മൾ പറയാതിരിക്കണതിന്റെ ഇതില് മിസ്റ്ററി ഉണ്ട്, ഒരു പീരിയഡ് ഡ്രാമയാണ്, അങ്ങനത്തെ ഒരു ജോണറാണ് അതില്. അല്ലാണ്ട് വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ അങ്ങനെ അതുകൊണ്ട് പറയാതിരിക്കുന്നതിന്റെ അല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ എനിക്കത് വായിക്കുന്ന ആ ഒരു സീൻ ബൈ സീൻ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ എൻട്രി, അവരെങ്ങനെ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെല്ലാം എഴുതി വെച്ചേക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ അത് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്താണ് പറയാ എക്സ്പെക്ട് ചെയ്തിട്ടാ പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് ഓരോന്നും ഓരോ സീൻ ബൈ സീൻ കാണുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനത്തിനെ ബാധിക്കരുതെന്ന് ഓർത്ത് മാത്രമാണ് നമ്മൾ പറയാത്ത. അല്ലാതെ ഇതില് ഭീകരമായ ട്വിസ്റ്റുകൾ ഇതൊക്കെ സട്ടിലായിരിക്കും, സട്ടിലായിട്ടുള്ള ചേഞ്ചസും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ ഇറ്റ് മേക്സ് എ ബിഗ് ഇമ്പാക്ട്. പടക്കളത്തിന് അങ്ങനെ ആയിരുന്നില്ലേ, പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കുക, പടക്കളത്തിൽ ഞാൻ ആ ബോഡി സ്വാപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിരിക്കുമായിരിക്കും, എപ്പോഴായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പൊ അത് പറയാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അത് ചോദിക്കാതിരിക്കാന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സംഭവം. അല്ല, ചോദിക്കാതിരിക്കാതെ അല്ല അതെങ്ങനെ ശരിക്കും ഹാൻഡിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അല്ല, വെരി ഓണസ്റ്റ്ലി സന്ദീപ് പറഞ്ഞ പോലെ ഈ സ്പോയിലേഴ്സ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഇന്റർവ്യൂസേ കാണൂല. ഞാൻ ആ കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് ഐ വിൽ വാച്ച് ദിം. എനിക്ക് വേറെ ഒന്നുമില്ല, ചിലപ്പോൾ പടം ഇറങ്ങി കഴിഞ്ഞാൽ ചിലവർ ആദ്യം തന്നെ വിളിച്ചു പറയും പടം. ഞാൻ പറഞ്ഞു പറയല്ലേ എനിക്ക് കേൾക്കണ്ട, ഞാൻ ഫോണൊക്കെ സൈലന്റ് എനിക്ക് വിളിക്കും പറയില്ല. ഞാൻ മോസ്റ്റ്ലി ഈ പടം കഴിഞ്ഞിട്ടാണ് ഐ വിസിറ്റ് ഓൾ ദീസ് ഇന്റർവ്യൂസ്, ഇൻക്ലൂഡിങ് സന്ദീപ്സ് ഫിലിംസ്. ഇപ്പൊ ജിംഖാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഐ സ്റ്റാർട്ട്, ബിക്കോസ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, വി നോ വാട്ട് ഇറ്റ് ഈസ്. സോ അതുകൊണ്ടാണ് ഇപ്പോ ഇപ്പൊ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു പടം ഉണ്ട്, അവർ തിയേറ്ററിൽ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് ആണ് ഇത് ആക്ച്വലി. അതിൽ നമ്മൾ ഓഫ് കോഴ്സ് വാട്ട് എവർ നമ്മുടെ പേഴ്സണൽ ആനിക്ഡോട്ട്സ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഓൾ ദാറ്റ് വി കൻ ഷെയർ. സോ അതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. ഇതിൽ ആക്ച്വലി ഈ റിവീൽ ചെയ്യാണ്ടിരിക്കുന്നത് അത് അങ്ങനെ ഒരു നമ്മളിങ്ങനെ ക്രിയേറ്റ് അല്ല എലിമെന്റ്സ് ഒക്കെ ഉണ്ട് പടത്തിൽ, പലതും ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു ഡെലിബറേറ്റ് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. അത് പറയാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വീണോ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ്. ആൻഡ് പ്രേക്ഷകരുടെ ആ ഇത് ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ അത് മറ്റുള്ള രീതിയിൽ അവർക്ക് എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റുള്ള കാര്യങ്ങൾ പറയണം. പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ഈ ഒരു പേടി ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കാണുക എന്നുള്ളത് ആൾക്കാർ കൂടുതൽ പേരും തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തീരുമാനിക്കുന്നത് എന്തേലും നമ്മളെ സ്പോയിൽ ചെയ്യുവോ, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആസ്വാദനത്തിന് ബാധിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അപ്പൊ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഇത് കണ്ടാലും കുഴപ്പമുണ്ടാവില്ല, അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ആയിരിക്കും എന്നുള്ളൊരു ഫ്രെയിം വർക്കിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ടൈം ഇൻ ദ ലൈഫ്. ഓക്കെ, അതായത് ജീവിതത്തിലെ ആദ്യത്തെ ഞാൻ മൊമെന്റ്സിൽ ചോദിക്കും എന്താന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് മൂവി റിലീസ് ഡേ ഭയങ്കര ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെയായിരിക്കും വരിക എന്നുള്ള ആ ബ്രേക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് തീരുമാനിക്കാം നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാന്നുള്ളത്. സോ ആ ദിവസം എനിക്ക് അത്യാവശ്യം പേടിയായിരുന്നു. എന്റെ ഫസ്റ്റ് മൂവി ഇടനിലങ്ങൾ, അത് ഇറ്റ് എ ബിഗ് ഫിലിം. അതിൽ ഞാൻ ചെറിയ പാർട്ടായിരുന്നു. എന്നെ കാണുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട്, എന്താ ഏത് കോലത്തിലാണ് ഉണ്ടാവുക. അന്ന് 14-15 വയസ്സാണ്.
സോ പക്ഷെ അതിനെക്കാട്ടും എന്റെ എക്സൈറ്റ്മെന്റ് വാസ് ടു വാച്ച് മമ്മൂക്ക, ലാലേട്ടൻ, സീമ ചേച്ചി, ശശിയേട്ടന്റെ പടം. അതിൽ ഞാൻ ഇവിടെ ഉണ്ട്, ഒരു ഭാഗത്ത് ഉണ്ടാവും. പക്ഷെ നല്ല റോളായിരുന്നു. അതായിരുന്നു എന്റെ ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല അന്ന്. ബിക്കോസ് എന്താ ഇല്ല, അതിലും എക്സൈറ്റ്മെന്റ് വാസ് ടു വാച്ച് ദ ഫിലിം. എനിക്ക് ഫസ്റ്റ് ഫിലിം അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നിഴൽക്കുത്തായിരുന്നു. അപ്പം അത് കാണുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇൻ ദ സെൻസ് ഞാൻ ഓക്കെ ആണോ എന്നുള്ളത്. അതായിരുന്നു ആദ്യത്തെ ഫീൽ. പക്ഷേ ശരിക്ക് കമേഴ്ഷ്യൽ ഫിലിം ഫസ്റ്റ് ആ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഫോർ ദ പീപ്പിൾ ആയിരുന്നു. അതൊരു എറണാകുളത്താണ് കാണുന്നത്. ഭയങ്കര ബഹളത്തിൻ്റെ ഇടയിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും പ്രഷറും എല്ലാം കൂടിയും ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത്. ഞാൻ നേരെ ഇത് പടം തിയേറ്ററിൽ സവിത സംഗീതം അവിടുന്ന് തിയേറ്ററിൽ നേരെ എൻ്റെ ഒരു കൂട്ടുകാരനും കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര ക്രൗഡുണ്ട്. ഞാൻ നേരെ മുന്നിലേക്ക് ഓടി സ്റ്റേജിൻ്റെ മുമ്പിൽ, സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് തിരിച്ച് ഓഡിയൻസിലേക്ക് നോക്കി. അവർക്കറിയില്ല ഞാൻ ആരാ. നിന്ന് അവിടെ മുകളിൽ ചെയറിൻ്റെ മുകളിൽ കയറി നിന്നു. എല്ലാവരും ഒന്ന് കണ്ട് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു. അവരാരും നോക്കുന്നത് ചിലവർ പറയുന്നത് ഇറങ്ങി നിൽക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, ഞാൻ നോക്കി. ഇതാണ് ദിസ് ഇസ് ദ ക്രൗഡ്, ഓക്കെ എന്നിട്ടാണ് വന്ന് പടം കാണുന്നത്. ഫോട്ടോ എനിക്ക് ഫസ്റ്റ് ഷോട്ട് പാടത്തുനിന്ന് അടൂർ സാറിൻ്റെ ദൂരത്തുനിന്ന് നടന്നു വരിക. അത് കഴിഞ്ഞു വീണ്ടും ദൂരത്ത് നടന്നു വരുന്നൊരു ഷോട്ട്, ദൂരത്തുനിന്ന് സൈക്കിൾ വിടുന്ന ഷോട്ട്. അപ്പോഴൊക്കെ അപ്പോഴൊന്നും എനിക്ക് ഉറപ്പില്ല ഞാൻ സിനിമയിലുണ്ടോ. കാരണം എനിക്ക് ക്യാമറ സൈഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഷോട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം. അത് കഴിഞ്ഞ് ഒടുവിലേട്ടൻ്റെയും സുകുമാരി ചേച്ചിയുടെയും മകനായിട്ടാണ് ഞാൻ. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പടം കൺഫേം ആയത്. മറ്റേത് നമുക്കറിയില്ലല്ലോ. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഐ വാസ് അസിസ്റ്റിംഗ് മങ്കട രവിവർമ്മ സാറിൻ്റെ. കാരണം രാജീവ് മേനൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിറ്റും ക്യാമറയും ലൈറ്റ്സും ഒക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ലെൻസുകളും ഹൈ ലൈറ്റ് മോണിറ്ററൊക്കെ ഇതൊക്കെ എൻ്റെ ചുമതലയാണ്. ലൈക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു വരണം. അപ്പോൾ ആ ടെൻഷനാണ് എനിക്ക്. അതിൻ്റെ കൂടെ വന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. സന്ദീപ്, എൻ്റെ ഫസ്റ്റ് ക്യാമറ ഞാൻ ഷോർട്ട് ഫിലിമിലൂടെയാണ് വന്നത്. ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് എൻ്റെ ഒരു സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പൊ അതില് ഒരു ഡോറ് തുറന്ന് ഇങ്ങനെ മുറ്റത്ത് വന്ന് ഇങ്ങനെ അതാണ് ഫസ്റ്റ് ഷോട്ട്. അതിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ എങ്ങനെയാ ഡോറ് തുറക്കണ്ടേ, അത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. വന്ന് അപ്പൊ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് നിൽക്കണം. ഞാൻ നടക്കുന്നതൊക്കെ ഇങ്ങനെ നടക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം ഫസ്റ്റ് ഷോട്ട്. അപ്പൊ അത്രയും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇതിപ്പോ ഞാനിങ്ങനെ നിൽക്കുമ്പോ അത് കറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയില്ല, നമ്മുടെ കൂട്ടുകാർ തന്നെ, അവര് ഡയറക്ടർ, അവര് സൂപ്പർ ആണോ ഓക്കെ, അതൊക്കെ ഒന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോ ഞാൻ നിലത്ത് തപ്പിയല്ലേ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ആ ശരി എന്നാ എടുക്കാം. എന്റെ ഫസ്റ്റ് ഷോട്ട് ഇടദിനങ്ങളില് എന്റെ ഒരു ക്ലോസ് ആയിരുന്നു. മമ്മൂക്ക വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ സുകുമാരി ആന്റി ബാക്കിലുണ്ട്. ആ ഷോട്ടിൽ സുകുമാരി ആന്റി ഉണ്ട്. അമ്മയെ ദേ വിജയേട്ടൻ വന്നു നിന്നിട്ട് ഇങ്ങനെ കപ്പലണ്ടി അതിപ്പോഴും ഉണ്ട് ഇതില് കാണാം ആ ഷോട്ട്. അത് എന്റെ ഓർമ്മയിൽ എന്താ വെച്ചാല്, അപ്പൊ അവരെനിക്കൊരു അന്ന് മോണിറ്റർ ചെയ്തൊന്നുമില്ല. ശശിയേട്ടൻ ഒരു കൈ വെക്കും റൈറ്റ് ഓഫ് ക്യാമറ. മോനെ റൈറ്റ് ഓഫ് ക്യാമറ ഇവിടെയാണ് മമ്മൂക്ക വന്ന് ഇറങ്ങുന്നത്, കാറാണ് ഇവിടെ, അത് നോക്കിയിട്ട് തിരിഞ്ഞ് നോക്കണം. എന്നിട്ട് ഈ കപ്പലണ്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് അമ്മയെ ദേ വിജയേട്ടൻ വന്നു. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഷോട്ട്. സിംഗിൾ ടേക്ക്. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ നെർവസ്നെസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് മുമ്പേ എനിക്ക് ഓർമ്മയുണ്ട് സുകുമാരി ആന്റിന്റെയും ശശിയേട്ടന്റെയും സീമച്ചൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അന്നില്ല. ഇവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ്. ഈ നെർവസ്നെസ് ഇല്ലാതിരിക്കാൻ Basically, I think maybe because I was used to stage. I used to do a lot of dance programs. Okay. So it was all excitement, no nervousness actually. അന്ന് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പിന്നെ നെർവസ്നെസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇത് എന്താണെന്ന്, ബിക്കോസ് അന്നൊന്നും അറിയില്ല. ഇറ്റ് വാസ് ലൈക്ക് എനിക്കൊരു ഡ്രീം ലാൻഡിലൊക്കെ പോയ പോലെ, ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെ അല്ലേ. ഇവിടെ നോക്കിയാലും സ്റ്റാർസ്, ആർട്ടിസ്റ്റ്, ശശിയേട്ടൻ, ടെക്നീഷ്യൻസ്, ക്യാമറ, റിഫ്ലക്ടർ, ലൈറ്റ്, മിനി ബ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളും. അന്നിങ്ങനെയല്ല, ലൈക്ക് ജനസമുദ്രമാണ്. പാലക്കാട് എവിടെയായിരുന്നു ഇങ്ങനെ
ബാരക്കിന് വലിയ റോപ്സ് ഒക്കെ കെട്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അത്ര ജനം ഇവരെ കാണാൻ നമുക്കെന്നെയും ലാലേട്ടനൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ. പിന്നെ അന്ന് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. സോ എനിക്ക് ബേസിക്കലി ഇങ്ങനെ ഒരു ഡ്രീം വേൾഡിൽ ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് ഇങ്ങനെ ഫ്ലോട്ടിങ് ആയിരുന്നു ഞാൻ. The day my family realized I am a celebrity, അല്ലെ എന്നെ കുറച്ച് പേരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് എന്റെ ഫാമിലി റിയലൈസ് ചെയ്തൊരു മൂമെന്റ് ഫാലിമി ഇറങ്ങിയതിന് ശേഷമാണ്. ഫാലിമി ഇറങ്ങിയ ശേഷം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ലുലു മാളിൽ പോയി. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയൊന്നുമല്ല, ലുലു മാളിൽ ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് ഫാമിലിയായിട്ട്. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വന്ന് ഫാലിമിയിലെ പയ്യനല്ലേ ഇപ്പൊ ഞാൻ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടാ എന്താ പറയാ. അതായിരുന്നു എന്റെ ഫസ്റ്റ്. ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രണ്ടുപേരും വന്നു. എന്റെ ഫാമിലി ഇന്നും റിയലൈസ് ചെയ്തിട്ടില്ല സെലിബ്രിറ്റി. ഐ എം ജസ്റ്റ് ദി ഓർഡിനറി ഫാമിലി മെമ്പർ. ഓഫ് കോഴ്സ് സെലിബ്രിറ്റി എന്നല്ല അറിയാം, പക്ഷെ അത് നമ്മള് ഫാമിലിയിലും കുടുംബത്തിലും അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ല. എല്ലാവർക്കും ദേ നോ യു, പീപ്പിൾ നോ യു, അതൊക്കെ അറിയാം. പക്ഷെ വി ആർ വെരി, മൈ സിസ്റ്റർ ആയാലും എല്ലാവരും just family members. Celebrities when you go out and so it's like that. So I think even today I'm just a very normal family member. എനിക്ക് ഫോർ ദ പീപ്പിൾ കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് അവർ റിയലൈസ് ചെയ്ത് എപ്പോഴാണെന്ന് അറിയില്ല. കാരണം അച്ഛനൊക്കെ കുറച്ച് സമയം എടുത്തു. ഞാനൊരു ആക്ടറാണെന്ന് അച്ഛൻ പറയും, നീ അവിടെ പോയിട്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നീ അവിടെ പോയിട്ട് നീ അപ്പോൾ ഞാൻ അവിടെ ഇതാക്കും, അവിടെ പോയിട്ട് നീ തിരിച്ചു വാ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ തിരിച്ചു വരും? നീ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന്, അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നീ അവിടുന്ന് ബസ്. ഞാൻ അല്ല അച്ഛാ ഞാൻ ബസ്സിൽ ഇപ്പോൾ അങ്ങനെ. അപ്പം അമ്മ പറയും അവനിപ്പോൾ ബസ് പോകാൻ പറ്റുമോ? ഇത് ക്ലാസ്മേറ്റ്സിന് ശേഷം. അപ്പോൾ അച്ഛൻ അപ്പോഴാണ് ഞാൻ മനസ്സിലായി അതാ. അങ്ങനെയൊക്കെ ഒരു സമയമുണ്ടല്ലോ. പിന്നെ അമ്മയ്ക്ക് അത് റിയലൈസ് ചെയ്യുന്ന തുടങ്ങിയെന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സിന് ശേഷം പലവരും അമ്മേനെ കാണുമ്പോൾ മുരളിയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അമ്മയ്ക്ക് അത്. അമ്മ പറയും അല്ല സുനിലിൻ്റെ അല്ല മുരളിയുടെ. പിന്നെ 2-3 തവണ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അവർക്ക് ഇത് ലൈക്ക് ഓക്കെ നൗ ദറ്റ് സൺ ഇസ്. കാരണം ഞാൻ തൃശ്ശൂർ വരില്ല, അപ്പോൾ ചെന്നൈയിലേക്കും പോയിട്ടായിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ദേ റിയലൈസ് ഇങ്ങനെ. അപ്പോൾ അവർക്ക് ബീങ് നോർമൽ പീപ്പിൾ അതൊന്ന് മനസ്സിലേക്ക് കയറാൻ സമയം എടുക്കും. ഓക്കെ, ഇനി മുതൽ സിനിമ മതി എന്നേ തീരുമാനിച്ച ദിവസം എന്റെയൊക്കെ ഫസ്റ്റ് ഡേ മുതൽ. പക്ഷെ കൂടെ പഠിക്കണം, പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് ഈ സിനിമയുടെ ഒരു മാജിക്. അതാണ്. പിന്നെ വേറെ തരം നമ്മുടെ ഉള്ളിലെ ഒരു പാഷൻ. എനിക്കൊക്കെ ചെറുപ്പം മുതലേ ഭയങ്കര പാഷനറ്റ്. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. ഇതിന് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, ഇത്രയും there's lot of things to learn. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു വന്നു. പക്ഷെ ഇൻട്രസ്റ്റ് വാസ് ഓൾവേസ് ദർ. പിന്നെ ഗോഡ്സ് ഗ്രേസ്, ഭാഗ്യം കൊണ്ട് അത് ഒരു പ്രൊഫഷനായി എൻ്റെ ഗ്രാജുവേഷൻ സമയത്തൊക്കെ അത്തരം പടങ്ങൾ വന്നത് കൊണ്ട് അത് ജനങ്ങളിൽ സ്വീകരിച്ചത് കൊണ്ടും എനിക്കത് പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണ്. പക്ഷെ ആഗ്രഹം ഫ്രം ഡേ വൺ, ഞാൻ പറഞ്ഞില്ലേ ഡ്രീം ലാൻഡിൽ വന്ന് ഇറങ്ങിയ മുതൽ ഇത് മതി നമ്മൾ മതി എന്ന് വെച്ചിട്ട് കാര്യമില്ല. സംബഡി ഹസ് ടു കോൾ യു. പടങ്ങൾ ഓടണം, ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഈ ചോദ്യത്തിന് വന്ന ദിവസം തന്നെ ഷോർട്ട് ഫിലിം ഡേയ്സ് ആണോ? എനിക്കങ്ങനെ പെർട്ടിക്കുലർ ഡേ എന്നുള്ളതല്ല, ഇത് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ഞാനും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 7ാം ക്ലാസ് മുതൽ അഭിനയിക്കണം എന്നുള്ളത് തന്നെ, വേറെ ഓപ്ഷൻ. പിന്നെ പ്ലസ് ടു ആയപ്പോൾ ഒരു ഡൗട്ട് തോന്നി, കുറച്ച് വേറെ ഇൻട്രസ്റ്റുകളൊക്കെ തോന്നി. എയർഫോഴ്സ്, അങ്ങനെ മിലിറ്ററി, അങ്ങനെ ഒരു. പിന്നെ എന്ത് നോക്കുമ്പോഴും ഇതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ആത്മീയ ലൈനും ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഡിസ്റ്റർബ്. അപ്പോൾ അത് ഫിക്സ്ഡ് ആയിരുന്നു തന്നെ, വേറെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. അതിന്റെ കാര്യം ഭയങ്കര ഫാസിനേറ്റിംഗ് വേൾഡ് അല്ലേ ഇത്. ഇപ്പം നരേൻ പറഞ്ഞ ആ പ്രായം നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ അതിന്റെ ഗുഡ് ലുക്കിംഗ് പീപ്പിൾ, ബ്യൂട്ടിഫുൾ സോങ്സ്, ഡാൻസിങ് അറൌണ്ട്, സ്ലോ മോഷൻ, ഓടുക, ഫൈറ്റ്, ഇത് കോസ്റ്റ്യൂംസ്. അല്ല ഞാൻ പറയണത് നമ്മുടെ, അതായത് ആ ചെറിയ പ്രായത്തിൽ എല്ലാവർക്കും ടീൻസിലും എല്ലാം അല്ലേ നമുക്കെല്ലാം. പക്ഷെ വന്ന് പയറ്റി തുടങ്ങുമ്പോൾ വിവരം അറിയുന്നത് ഇവിടെ വേറെ പല കാര്യങ്ങളുണ്ട്. ഡയലോഗ് പഠിക്കണം, കാര്യങ്ങൾ, അഭിനയം, മുഖത്ത് വല്ലതും വരണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, ഫിലിം തിന്നരുത്. ഞാൻ വന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. നല്ലോണം ഫിലിം തിന്നുണ്ടല്ലോ എന്ന് പറയും.
റിപ്പീറ്റഡ് ആയിട്ട് ഷോട്ട്സ് ബിക്കോസ് വെരി എക്സ്പെൻസീവ്. എനിക്ക് ഓർമ്മ ഇന്ന് രാവിലെ ഒന്നും തന്നില്ല പ്രൊഡക്ഷൻ, നല്ലോണം അടിക്കണ്ടല്ലോ ഫുൾ ഫിലിം എന്ന് പറയും, ടേക്ക് ആയിട്ട് പോകും. എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ I've heard people saying this. ഭയങ്കര പ്രഷറായി ഫിലിമിന്റെ. അതെ, അങ്ങനെ വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ then you start understand, then you learn actually. ഉണ്ടോ ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടോ ഫിലിമല്ല, ഞങ്ങൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്നപ്പോഴേ ആദ്യത്തെ സിനിമ ചിത്രം പേസിറ്റി തമിഴിലൊക്കെ പ്രൊഡക്ഷനൊക്കെ പുതിയ പ്രൊഡക്ഷൻ ആകുമ്പോൾ ബഡ്ജറ്റ് വളരെ കൺസ്റ്റന്റ്. 60 ദിവസത്തെ ഷൂട്ടിന് ഇവിടുന്ന് ഒരു ഗെറ്റപ്പ് ആയിട്ട് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യാൻ പോയി 9 മാസം എടുത്തു ആ പടം തീരാൻ. അപ്പോൾ അതിൻ്റെ മിഷ്കിൻ ഇടയ്ക്ക് പറയേ, ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയും, കുറച്ച് ഡയലോഗ് ഉണ്ടാവും, ഇതുണ്ടാവും. എന്നിട്ട് പറയും, മച്ചാ 150 ഫീറ്റ് ഉള്ളൂ ഈ മാഗസീനിൽ, അപ്പോൾ ഈ ടേക്ക് കഴിഞ്ഞ് ഇതായില്ലെങ്കിൽ ഓക്കെ ടേക്ക് അല്ലെങ്കിൽ വി ഹാവ് ടു ഷൂട്ട്, സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രഷറാണ്. രണ്ടാമത് ടേക്ക് ഇല്ല, അപ്പോൾ 2 റിഹേഴ്സലിരിക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഫൈറ്റിൻ്റെ ഇടയിലത്തെ ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഭയങ്കര പ്രഷറാണ്. ഇതൊന്നും സിനിമ നമുക്ക് ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ല, പക്ഷെ അതൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എല്ലാവർക്കും, പെർഫെക്റ്റ് ആവണം. അതുകൊണ്ട് നല്ലോണം റിഹേഴ്സ് ചെയ്യും ആ കാലത്ത്. നമുക്ക് വെറുതെ ഒന്ന് എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഇപ്പം റിഹേഴ്സൽ തന്നെ വെറുതെ ഷൂട്ട് ചെയ്യും, ടേക്ക് പോലെ എടുക്കും. നമ്മൾ ഡയലോഗ് ഒന്നും ചിലപ്പം എല്ലാ ആർട്ടിസ്റ്റും ക്ലാരിറ്റി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമുക്കൊന്ന് എടുത്ത് കളയാന്ന് പറയും. ദേ മൈറ്റ് ഗെറ്റ് സംതിങ് ഇൻ ദാറ്റ്. അന്നങ്ങനെയല്ല, അന്ന് ഒരു പെർട്ടിക്കുലർ ലെങ്തി ഷോട്ടൊക്കെ ആണെങ്കിൽ 20-30 വയസ്സും റിഹേഴ്സ് ചെയ്ത് പക്കയായ ശരി ടേക്ക് എന്ന് പറയുമ്പം then you are alert. എനിക്ക് വിനീതേട്ടനായിട്ടില്ല, എനിക്ക് സന്ദീപിനായിട്ടൊരു 1-2 സീക്വൻസുകളുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. പക്ഷെ എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് ഉള്ള സിനിമ തന്നെയാണ്. ജനനായകൻ റിലീസ് ആവാൻ ഇപ്പോൾ ഞങ്ങൾ പാട്ട് കണ്ടപ്പോൾ ഒരു സമയത്ത് ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായി, പക്ഷെ അതേ സൈഡിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടം കൂടെ ഉണ്ട്. മേ ബി ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷണൽ ഫാക്ടർ ഉണ്ടാവും. എനിക്ക് 1-2 സീക്വൻസുകൾ തലപതിയായിട്ടുണ്ടായിരുന്നു, വിജയ് സാറിനായിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡും ആയിരുന്നു. ഞങ്ങളുള്ള സീനും വളരെ ഇൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് സംസാരങ്ങൾ പേഴ്സണലി ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ പേഴ്സണൽ സംസാരങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിന് നമ്മൾ ഉത്തരം പറയേണ്ടതല്ലല്ലോ. അപ്പോൾ എനിക്ക് ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ പ്രോസസ്സ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരു നല്ല ഇമ്പോർട്ടൻറ്റ് റോളാണ്, ഗസ്റ്റ് റോളാണെങ്കിൽ പോലും. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ത്രില്ലായിരുന്നു ഞാൻ പടം ചെയ്യുമ്പോൾ. അപ്പോൾ ലെറ്റ്സ് സീ, അത് പൊങ്കൽ റിലീസല്ലേ. സന്ദീപ് വിജയ് ഫാൻ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യോ വിജയ് സിനിമ? പിന്നെ ഉറപ്പായിട്ടും. അങ്ങനെയുണ്ടോ ഒരു വിജയ് തിയേറ്ററിൽ മൂവ്മെന്റ് ശരിക്കും ഉണ്ടോ ലൈഫിൽ? ഞാൻ ഇത് എന്താ പറയാ, പോക്കിരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ജില്ല ലാലേട്ടൻ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. അങ്ങനെ ഉണ്ട്, എല്ലാ ആക്ടേഴ്സിൻ്റെ ഉണ്ട് കേട്ടോ, മാത്രമല്ല. തുപ്പാക്കിയൊക്കെ പിന്നെ എക്കോ നവംബർ 21 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ സിനിമയുടെ ടീസർ കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് എത്തുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈം. Thank you, Arjun. Thank you, Arjun. Thank you so Nice. much. Thank you.